മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കണ്ണൂർ പാപ്പിനിശ്ശേരി പാറയ്ക്കലിൽ 4 മാസം പ്രായമായ കുഞ്ഞിനെ കൊന്നത് 12 വയസ്സുകാരി. കുഞ്ഞിൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ മകളാണ് പ്രതി. 12 വയസ്സുകാരി കുറ്റം സമ്മതിച്ചു. കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കും. പരിഗണന കുറയുമെന്ന ഭയം കാരണമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നും 12-കാരിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ഈ 12 വയസ്സ് കുട്ടിക്ക് അവർക്ക് കിട്ടാൻ വേണ്ടിയ സ്നേഹം കിട്ടില്ലാണ് ഒരു പെർസെപ്ഷൻ ഉണ്ടായി. സ്നേഹം ഡിവൈഡ് ആയിപ്പോൾ അവർക്ക് ഒരു പെർസെപ്ഷൻ അത് അവർ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അന്വേഷണത്തിൽ അതുപോലെ ഇതും കണ്ടിട്ടില്ല. പിന്നെ അവർക്ക് ഇതുപോലെ സിറ്റുവേഷനിൽ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് അവർക്ക് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കണം. സോ ബേസിക്കായിട്ട് ഫർദർ ഇൻവെസ്റ്റിഗേഷനിൽ അവർക്ക് ഏതും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്നാ അതുപോലെ നമ്മൾ അത് പ്രൈമറി ആയിട്ട് വെച്ചിട്ട് JJB ബോർഡ് മുന്നേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും. മെൻ്റൽ സ്റ്റേജ് നോർമലാണോ? അത് ரொம்ப ഒരു ചൈൽഡ് ഫ്രണ്ട്ലി എൻവയോൺമെൻറ്റിൽ അവർ പറഞ്ഞതാണ്. സോ ഭയങ്കര നോർമലായിട്ടുമുണ്ട്. വിവരങ്ങളുമായി വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ, ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ്. ഒരു കുഞ്ഞിനെ തനിക്ക് സ്നേഹം കുറയുമെന്ന ആശങ്കയാൽ 12 വയസ്സുകാരിയായ പെൺകുട്ടി കൊല്ലുകയാണ്. എന്താണ് പോലീസ് പറയുന്നത്? കൃഷ്ണരാജ്, ഈ ഒരു സംഭവം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ പോലീസിന് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചൊരു കാര്യമുണ്ടായിരുന്നു. അതായത് ഈ വീട്ടിനുള്ളിലുള്ള ആരോ തന്നെയാണ് ഈ ഒരു കൊലപാതകം നടത്തിയതെന്ന നിഗമനത്തിലേക്കാണ്. കാരണം ഈ 4 മാസം പ്രായമുള്ള കുഞ്ഞ് എന്തായാലും ഈ വീടിന് ഏതാണ്ട് 20 മീറ്റർ അപ്പുറം ഉള്ള ആൾമറയുള്ള കിണറിലേക്ക് വീഴില്ല എന്ന് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി മാതാപിതാക്കളെ വെവ്വേറെ ഇരുത്തി ചോദ്യം ചെയ്തു. ഇതിനിടയിൽ ഈ മാതാപിതാക്കളുടെ മൊഴിയിൽ നിന്നാണ് ഈ കുട്ടിയെ സംശയമുണ്ട്, ഈ 12 വയസ്സുകാരിയെ സംശയമുണ്ട് എന്നൊരു സൂചന പോലീസിനെ സംബന്ധിച്ച് ലഭിക്കുന്നത്. തുടർന്ന് പോലീസ് ആ പെൺകുട്ടിയെ മാത്രം ഇരുത്തി വളരെ സൗഹൃദപരമായി സംസാരിച്ചുകൊണ്ടാണ് ഓരോ വിവരങ്ങളും ചോദിച്ചറിഞ്ഞത്. ഇതിനിടയിലാണ് ആ പെൺകുട്ടി വെളിപ്പെടുത്തിയത്. അതായത് ഏതാണ്ട് 1.5 വർഷത്തോളമായി അതായത് ഈ കൊല്ലപ്പെട്ട 4 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ മകളാണ് ഈ പ്രതിയായ 12 വയസ്സുകാരി. അതുകൊണ്ട് തന്നെ ഈ നേരത്തെ തന്നെ അച്ഛൻ മരിച്ചതാണ്, അമ്മ ഉപേക്ഷിച്ച് പോയതാണ്. അതുകൊണ്ട് തന്നെ ഈ 4 മാസം പ്രായമുള്ള കൊച്ചിൻ്റെ അമ്മ, അതായത് മുത്തുവും അക്കമ്മാളും കൂടിയാണ് ഈ കുട്ടിയെ നോക്കിക്കൊണ്ടിരുന്നത്. ഈ 4 മാസം പ്രായമുള്ള കുഞ്ഞ് വന്നതോടുകൂടി തന്നോടുള്ള സ്നേഹം വിഭജിച്ചു പോകുമോ എന്നൊരു ഭയം കാരണം ആ കുഞ്ഞിനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് ഈ കുട്ടി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത്. 12 വയസ്സ് മാത്രം ആണ് പ്രായമുള്ളത്. അതായത് ആ കുട്ടിയുടെ മൊഴിയിൽ ചെറിയൊരു വൈരുദ്ധ്യമുണ്ടായിരുന്നു. ആ കുട്ടി പോലീസിന് ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നത് രാത്രി മൂത്രമൊഴിക്കാനായി പുറത്തു പോയി തിരിച്ചു വന്നപ്പോൾ കുഞ്ഞിനെ കണ്ടിരുന്നില്ല എന്നാണ് ആദ്യം നൽകിയ മൊഴി. പിന്നീട് നൽകിയ മൊഴിയുമായി ബന്ധപ്പെടുത്തി നോക്കിയപ്പോൾ അതിന് ചില വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തി. അതോടുകൂടി പോലീസിന് ചില സംശയങ്ങൾ ഉടലെടുക്കുകയും ആ കുട്ടിയെ തനിച്ചിരുത്തി വീണ്ടും ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കാര്യങ്ങൾ മുഴുവൻ സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതൊരു മാനസിക നിലയാണ് എന്നാണ് ഈ വിദഗ്ധർ പറയുന്നത്. കാരണം തന്നോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയത്താൽ ആ കുഞ്ഞിനെ കിണറ്റിലെ വെള്ളത്തിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളത്. ഈ കുടുംബത്തോടൊപ്പം ഈ മുത്തുവിൻ്റെയും അക്കമ്മാളിൻ്റെയും കൂടെ വർഷങ്ങളായിട്ട് ഇവർ താമസിച്ച് വരികയാണ്. സ്വന്തം മകളോടെന്ന പോലെ തന്നെയാണ് ഈ 12 വയസ്സുകാരിയെ അവർ സ്നേഹിച്ചിരുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ആ കുട്ടിയോട് സ്നേഹം പൂർണ്ണമായും പോകുമോ എന്നൊരു ഭയം ഇത്തരമൊരു ക്രൂരകൃത്യം ചെയ്യാൻ ആ 12 വയസ്സുകാരിയെ പ്രേരിപ്പിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഇതൊരു മാനസികാവസ്ഥയാണ്. അത് വളരെ തന്ത്രപരമായി തന്നെ അല്ലെങ്കിൽ ചോദ്യം ചെയ്തതിലൂടെയാണ് വ്യക്തമായത്. പോലീസ് എന്തായാലും ആ കുട്ടിയോടും കൊല ചെയ്ത കുട്ടിയോടും ഒരു മാനസിക പിന്തുണ ആ കുട്ടിക്ക് നൽകേണ്ടതുണ്ടെന്നൊരു വിലയിരുത്തലാണ് പൊതുവെ ഉള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഉടനെ ഈ കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കും. തുടർന്ന് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകാൻ വേണ്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. അത്തരമുള്ള നടപടികളുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അതേസമയം ഈ കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷമാണോ കിണറ്റിലിട്ടത് അല്ലെങ്കിൽ വെള്ളത്തിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമായിരിക്കും ഒരു വ്യക്തത ലഭിക്കുകയുള്ളൂ. ഏതായാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതാരാണ് ചെയ്തതെന്നതിനെ സംബന്ധിച്ചൊരു കണ്ടെത്തലിലേക്ക് എത്താൻ വേണ്ടി പോലീസിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ചെറിയ സംശയങ്ങൾ മുകളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ പരിസരത്ത് താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണോ എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു സംശയവും ഊഹാപോഹങ്ങളൊക്കെ തന്നെ നിലനിന്നിരുന്നു. എന്നാൽ പോലീസിൻ്റെ അന്വേഷണം കൃത്യമായ വഴിയിൽ പോകുന്നതിനിടെയാണ് ഈ റൂം ഉള്ളിൽ നിന്ന് പൂട്ടിയിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഉള്ളിലുള്ള ആൾ അറിയാതെ ഈ കുഞ്ഞ് പുറത്തെത്തില്ല എന്നൊരു നിഗമനം പോലീസിന് കൃത്യമായി ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് കൃത്യമായി ഈ 12 വയസ്സുകാരിയിലേക്ക് അന്വേഷണം ചെന്നെത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. കൃഷ്ണരാജ്, നമുക്ക് ഈ അമ്മയെയും അച്ഛനെയും ഒക്കെ ചോദ്യം ചെയ്തിരുന്നുവല്ലോ.
തീർച്ചയായും കൃഷ്ണരാജ്, ഈ അമ്മയും അച്ഛനെയും ചോദ്യം ചെയ്തിരുന്നു പോലീസ്. ചോദ്യം ചെയ്യുന്ന സമയത്തു തന്നെ ഈ മാതാപിതാക്കൾക്കൊരു സംശയമുണ്ടായിരുന്നു. അതായത് അവരും ഈ 12 വയസ്സുകാരിയെ മകളെ പോലെ തന്നെയാണ് കരുതിയിരുന്നത്. ചില പെരുമാറ്റങ്ങളിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്, ഈ 12 വയസ്സുകാരിയുടെ പെരുമാറ്റങ്ങളിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഈ മാതാപിതാക്കൾ പോലീസ് നൽകിയ മൊഴിയിൽ പറയുന്നത്. ആ ഒരു സംശയമാണ് 12 വയസ്സുകാരിയിലേക്ക് എത്തുകയും ആ കുട്ടിയെ വളരെ പരമായ ഒരു അന്തരീക്ഷത്തിൽ ഇരുത്തിക്കൊണ്ടാണ് പോലീസ് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ ചോദ്യം ചെയ്യലിലാണ് ഈ താനാണ് കുറ്റം ചെയ്തതെന്ന് ഈ പെൺകുട്ടി സമ്മതിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. ഏതായാലും ഉടൻ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഈ പെൺകുഞ്ഞിനെ ഹാജരാക്കാൻ തന്നെയാണ് ഇവർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല വൈദ്യപരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ട്. തുടർ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ചില സിനിമകളിൽ ഉൾപ്പെടെ ഈ ഒരു സാഹചര്യം കണ്ടിട്ടുണ്ട്. അതായത് സ്നേഹം വിഭജിച്ചു പോകുമോ എന്ന് കണ്ട് ഇളയ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള ചില കാഴ്ചകളൊക്കെ നമ്മൾ സിനിമകളിൽ പോലും ഈ എൻ്റെ വീട് അപ്പൂൻ്റെയും എന്ന സിനിമയിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യം തന്നെയാണ് ഇവിടെയും ഉടലെടുത്തത് എന്നൊരു വിലയിരുത്തലാണ് പോലീസിന് മുന്നിലും ഉള്ളത്. കാരണം ഇതൊരു മാനസികാവസ്ഥയാണ്, ഒരു മാനസിക നിലയാണ് അല്ലെങ്കിൽ മാനസികാവസ്ഥയാണ് എന്നൊരു ഒരു വിലയിരുത്തലാണ് പോലീസ് പൊതുവേ ഉള്ളത്. മിഥുൻ പിള്ളയിലേക്ക് വരാം. മാനസികാരോഗ്യ വിദഗ്ധൻ കൂടിയായ ഡോക്ടർ മോഹൻ റോയ്, RMO മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ മോഹൻ റോയ്, കണ്ണൂരിൽ 4 മാസം പ്രായമായ കുഞ്ഞിനെ 12 വയസ്സുകാരി കൊല്ലുന്നു. അതാകട്ടെ സ്വന്തം അനുജത്തിയല്ല, അച്ഛൻ്റെ സഹോദരൻ്റെ മകൾ. ഈ കുട്ടി സ്നേഹം തനിക്ക് കുറഞ്ഞു പോകുമെന്ന ആശങ്കയിലാണ് ഇത് ചെയ്തതെന്ന് സമ്മതിക്കുന്നു. ഈ കാലത്തും ഇത്തരം ചിന്തകൾ കുട്ടികളിൽ എന്തുകൊണ്ടുണ്ടാകും? ഇത്തരം ചിന്തകൾ കുട്ടികളിൽ ഉണ്ടാകുന്നത് എങ്ങനെയെന്നും ഇത് ഉണ്ടാക്കുന്നത് ആരാണെന്നും കൂടി നാം ഒന്നറിയേണ്ടതുണ്ട്. നമുക്കറിയാം, 2 കുട്ടികൾ തമ്മിലുള്ള പ്രായവ്യത്യാസം ഉണ്ടായിരിക്കണമെന്ന് നമുക്കറിയാം. യഥാർത്ഥത്തിൽ രണ്ടാമതൊരു കുഞ്ഞ് വരുമ്പോൾ, നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇത് സ്വന്തം അനിയത്തിയോ അനിയനോ അല്ല എങ്കിലും കുടുംബത്തിലൊക്കെ സാധാരണ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ മുതിർന്നവരെടുക്കുന്ന നിലപാട് എന്താണെന്ന് പരിശോധിക്കണം. അതായത് അമ്മ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ തന്നെ പൊതുവെ നമ്മൾ മുതിർന്നവർ പറയുന്നത് എന്താണ്? വേറൊരു കുട്ടി വരുന്നു, ഇനി നിന്റെ പ്രാധാന്യമൊക്കെ അങ്ങ് കുറയും, അല്ലെങ്കിൽ ഇനി അച്ഛനും അമ്മയ്ക്കും ആ കുട്ടിയോടായിരിക്കും താല്പര്യം. ഇത്തരത്തിലുള്ള വാക്കുകളാണ് ഒരുവിധം എല്ലാ കുഞ്ഞുങ്ങളും കേട്ട് വളരുന്നത്. അങ്ങനെ വരുമ്പോ രണ്ടാമത് വരുന്ന ഒരു കുഞ്ഞ് തനിക്കൊരു കളിക്കൂട്ടുകാരനായി, തനിക്കും നോക്കാൻ പറ്റുന്ന ആളായി, ഒരു കളിക്കൂട്ടുകാരിയായി ഉണ്ടാകുമെന്നുള്ള ഒരു വികാരത്തെക്കാൾ ഏറെ കുട്ടിയുടെ മനസ്സിലേക്ക് ഈ വരാൻ പോകുന്നത് തനിക്കുള്ള ഒരു പാരയാണോ എന്നുള്ള ഒരു സംശയം യഥാർത്ഥത്തിൽ മുതിർന്നവർ തന്നെയല്ലേ ഉണ്ടാക്കുന്നത് എന്ന് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇനി അതിനുശേഷം ഈ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ പോലും അച്ഛൻ പുറത്തു നിന്ന് വരുമ്പോഴോ അമ്മ പുറത്തു നിന്ന് വരുമ്പോഴോ ആദ്യം ആരുടെ കാര്യമാണ് ചോദിക്കുന്നത് എന്നുള്ളത് പ്രാധാന്യമാണ്. നമ്മളെല്ലാവരും പൊതുവെ കണ്ടിട്ടുള്ളത് ഇപ്പൊ ഒരു ബാവയാണുള്ളതെന്ന് വെച്ചാൽ കുഞ്ഞുവാവ എവിടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ കുട്ടിക്ക് എന്താണ് തോന്നുന്നത്? തന്നോടുള്ള സ്നേഹം കുറയുന്നു എന്ന് ആ കുഞ്ഞിന് തോന്നിയെങ്കിൽ അതിനെ അങ്ങനെയല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ആരാണ്? ഇതിന്റെ യഥാർത്ഥത്തിൽ പരിശീലനം തുടങ്ങേണ്ടത് എവിടെയാണ്? ഇതിന്റെ യഥാർത്ഥ പരിശീലനം തുടങ്ങുന്നത് ഗർഭിണിമാരായ അമ്മമാർക്ക് മൂത്ത കുഞ്ഞുണ്ടെങ്കിൽ അവരിലൂടെയാണ് ഇത് നാം തുടങ്ങേണ്ടത്. അതായത് ഇനി വരാൻ പോകുന്നത് നിന്റെ കുഞ്ഞനുജനാണ്, നിന്റെ കുഞ്ഞനുജത്തിയാണ്, നിനക്ക് അവന്റെ കൂടെ കളിക്കാൻ സാധിക്കും, അവന്റെ അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങൾ നിനക്ക് കൂടി നോക്കാൻ സാധിക്കുമെന്നുള്ള ഉത്തരവാദിത്വ ബോധം അവനിൽ ഉണ്ടാകുന്നതിനപ്പുറം നാം എന്താണ് ചെയ്യുന്നത് നാം തന്നെയല്ലേ ആലോചിക്കേണ്ടത്. അപ്പൊ ഇതിന് യഥാർത്ഥത്തിൽ പ്രാഥമിക നമുക്കറിയാവുന്നത് പോലെ ഇപ്പൊ നമ്മൾ ഈ കുട്ടിയെ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടി എന്നാണ് പറഞ്ഞത്. ഈ നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടി നിയമവുമായി പൊരുത്തപ്പെടാത്തത് നമ്മുടെ സാംസ്കാരികമായ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലുള്ള കാര്യങ്ങളും ഈ കുഞ്ഞിലേക്ക് എത്തിക്കുന്നതിൽ നാം പരാജയപ്പെട്ടില്ലേ എന്നുള്ള ഒരു ചോദ്യത്തിനും കൂടിയുള്ള ഉത്തരമാവേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പരിഹാരമാണ് ഇപ്പൊ തന്നെ നമുക്ക് അമ്മ മനസ്സുൾപ്പെടെയുള്ള അമ്മമാരുടെ മാനസികാരോഗ്യം നോക്കുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ സർക്കാരിന്റെ സംവിധാനത്തിലുണ്ട്. അപ്പൊ ഇത്തരത്തിൽ അടുത്തതല്ല, നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ കേരളത്തിൽ നമ്മൾ സാധാരണ കാണുന്നത് പോലെയുള്ള സംവിധാനങ്ങളല്ല വേണ്ടത്. ഇനിയും ഇത്തരം കാര്യങ്ങൾക്കും കൂടിയുള്ള പ്രാധാന്യം കൊടുക്കണം. ഇപ്പൊ കേരളത്തിൽ അറിയാവുന്നത് പോലെ 2014 2024 ഇടയിലുള്ള ജനനനിരക്ക് പരിശോധിച്ചാൽ ഏകദേശം കുഞ്ഞുങ്ങളുടെ തോത് നോക്കിക്കഴിഞ്ഞാൽ 1,86,000 കുഞ്ഞുങ്ങൾ കുറവാണ് 14 അപേക്ഷിച്ച് 2024 ജനിച്ചത്. അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കെ ഇത്തരത്തിൽ അതായത് ഈ കുട്ടികളെ അച്ഛനോ അമ്മയോ എന്നല്ല, ആ വീട് പരിഗണിക്കുന്ന വിധം പ്രധാനമാണ്, അങ്ങനെയല്ലേ?
വീടല്ല, വീടിന്റെയും അപ്പുറത്തേക്ക് സമൂഹത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നോക്കൂ, കുട്ടിയുടെ അച്ഛനും അമ്മയും കുട്ടിയുടെ അപ്പൂപ്പനും അമ്മയും, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് പോലെ കൊച്ചച്ഛൻ, കൊച്ചമ്മ, കുഞ്ഞമ്മ, ചെറിയ അച്ഛൻ, ചെറിയമ്മ എന്നിവരടങ്ങിയ ആ കുടുംബത്തിനപ്പുറം സമൂഹം അറിയേണ്ടത്. ഇപ്പോൾ അയൽക്കാരൻ എന്താ പറയുന്നത്? ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അയൽക്കാരൻ യഥാർത്ഥത്തിൽ എങ്ങനെ നോക്കും? നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് തന്നെ അല്പം പരിഗണനയും ഒക്കെ ആവശ്യമുള്ളവരല്ലേ? ഈ കുഞ്ഞിനോട് യഥാർത്ഥത്തിൽ മോനെ നിനക്ക് എങ്ങനെയുണ്ട്, നിന്റെ കാര്യങ്ങൾ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ മോളെ നിനക്ക് എങ്ങനെയുണ്ട്, നിന്റെ പഠിത്തവും കാര്യങ്ങളും ഒക്കെ തോന്നുന്നു, പിന്നെ കുഞ്ഞുവാവ എവിടെ, നീ അവനെ ഇന്ന് കണ്ടായിരുന്നു എന്നല്ലേ യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത്. അല്ലാതെ ഈ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനോട് അയ്യോ കുഞ്ഞുവാവ എവിടെ എന്ന് നേരിട്ട് ചോദിച്ചാൽ അവന് തനിക്ക് പരിഗണന കിട്ടുന്നുണ്ട് എന്ന് തോന്നുമോ? അതോ കുഞ്ഞുവാവയ്ക്കാണോ കൂടുതൽ പരിഗണന കിട്ടുന്നതെന്ന് തോന്നുന്നത്? അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നാം കുഞ്ഞുങ്ങളെ അറിയേണ്ടതുണ്ട്, കുട്ടികളെ അറിയേണ്ടതുണ്ട്, അവരുടെ മനസ്സിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടതുണ്ട്. അത്തരം കടന്നു ചെല്ലലുകൾ ഇല്ലാത്തതാണ്. അതിനിപ്പോ എല്ലാവർക്കും ഇത് അറിയണമെന്നൊന്നുമില്ല. ഇതിന് കൃത്യമായി പരിശീലനവും മറ്റും കൊടുക്കേണ്ടതുണ്ട്. അത് അമ്മമാരുടെ ഗർഭാവസ്ഥയിൽ തന്നെ കൊടുക്കേണ്ടതുണ്ട്. അത്തരം സംവിധാനങ്ങളുടെ അഭാവവും കൂടി ഇത്തരം ദാരുണമായ സംഭവങ്ങളുടെ പുറകിൽ ഉണ്ട് എന്നുള്ളതാണ് ശാസ്ത്രീയമായിട്ടുള്ള ഇതിന്റെ വിലയിരുത്തൽ. പക്ഷേ ശ്രീ ഡോക്ടർ മോഹൻ റോയ്, അതായത് ഈ പുതിയ കാലത്ത് വിദ്യാഭ്യാസപരമായി കുട്ടികൾ പരിസരവുമായൊക്കെ ചേർന്ന് പഠിക്കുന്ന, ചിരിച്ചും കളിച്ചും പഠിക്കുന്ന ഈ കാലത്ത് ഈ വീട്ടുകാരുടെ പരിഗണന അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പരിഗണന മാത്രമല്ലല്ലോ, കുട്ടികൾക്ക് പിഴയ്ക്കുന്ന വഴികൾ വേറെയുമുണ്ടല്ലോ. യഥാർത്ഥത്തിൽ നമ്മുടെ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തം എവിടെയാണ്? യഥാർത്ഥത്തിൽ ഈ പിഴയ്ക്കുന്ന വഴികൾ കണ്ടെത്തി അതിന് തടകെട്ടേണ്ടത് നമ്മൾ തന്നെയല്ലേ? നമ്മളിപ്പോൾ ചില കുടുംബങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ ചില കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അവർ ലഹരിയിലേക്ക് തിരിയുമ്പോൾ ഈ മാതാപിതാക്കൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഡോക്ടർ ഞങ്ങൾ ഇവനോട് അല്ലെങ്കിൽ ഇവളോട് എല്ലാ നല്ല കാര്യങ്ങളും പറഞ്ഞു വളർത്തിയിരുന്നു, ചീത്ത കാര്യങ്ങളൊന്നും ഞങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നില്ല, എന്നിട്ടും അവന് അല്ലെങ്കിൽ അവൾക്ക് ഇങ്ങനെ സംഭവിച്ചില്ലോ എന്ന്. നിങ്ങൾ ദയവായി ഒരു കാര്യം മനസ്സിലാക്കുക, നല്ല കാര്യങ്ങൾ മാത്രമല്ല കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, ഈ സമൂഹത്തിലെ ചതിക്കുഴികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഈ സമൂഹത്തിൽ കുട്ടി നേരിടാൻ പോകുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ച് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കും. ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ചൈൽഡ്ഹുഡ് സെക്ഷൽ അബ്യൂസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വസ്ത്രം കൊണ്ട് കൂടിയ ശരീരഭാഗങ്ങളിൽ മറ്റൊരാൾ അനുവാദമില്ലാതെ തൊടുന്നത് ശരിയല്ല എന്ന് പറയുന്നതും, അതിനെതിരായി പ്രതികരിക്കണമെന്ന് പറയുന്നതും, അതിനെതിരായി നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികൾക്ക് അത്തരത്തിലൊരു ചതിക്കുഴി ഉണ്ടാകാമെന്ന് നാം അറിഞ്ഞതിന് ശേഷമാണ്. എന്ന് പറയുന്നത് പോലെ കുട്ടികളുടെ ഈ വളർച്ചയിലും വികാസത്തിലും ഉണ്ടാകുന്ന കാര്യങ്ങൾ നേരത്തെ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള ആ വ്യത്യാസം യഥാർത്ഥത്തിൽ പാഠ്യക്രമത്തിൽ ഉണ്ടാകണമെങ്കിൽ പാഠ്യക്രമത്തിൽ തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിലേക്ക് തന്നെ 1 മുതൽ 12 വരെയുള്ള സിലബസ് നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കൂ, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇത്തരത്തിലുണ്ടാകുന്ന ഒരു കുഞ്ഞനുജത്തിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ളത് ആ പ്രായത്തിലുള്ള ഒരു കുഞ്ഞ് അറിയേണ്ടതല്ലേ? അതിനുള്ളൊരു ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ടോ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഇനി ഒരു സമൂഹം എന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതിന്റെ ചില ദുരന്തപൂർണമായ ഓർമ്മപ്പെടുത്തലുകളാണ്. ഇതൊന്നും ഇങ്ങനെ അല്ല വരേണ്ടത്, ഇത് നമ്മൾ അല്ലാതെ തന്നെ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇത്തരം ചില സംഭവങ്ങൾ ദാരുണമാം വിധം നമ്മെ അത് ഓർമ്മപ്പെടുത്തുന്നു. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ റോയ് ഒപ്പം ചേർന്നതിന്. ഏതായാലും കേരളത്തെ നടുക്കുന്ന ഒരു വാർത്ത തന്നെയാണ് കണ്ണൂർ പാപ്പിനിശ്ശേരിയിലുണ്ടായത്. 4 മാസം പ്രായമായ കുഞ്ഞിനെ കൊന്നത് 12 വയസ്സുകാരിയാണ്. അത് കുഞ്ഞിൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ മകളാണ്. കുട്ടി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. അതായത് തനിക്ക് കിട്ടുന്ന സ്നേഹം, പരിഗണനയൊക്കെ കുറയുമെന്ന ആശങ്കയാലാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് കുട്ടി പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള, പ്രതികരിക്കുകയായിരുന്നു